വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ആയി ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് എനിക്ക് പരീക്ഷ എല്ലായതുകൊണ്ട് ഞാനൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റുന്നില്ല. ലാസ്റ്റ് നമ്മൾ ചെയ്തത് എനിക്ക് തോന്നുന്നു മറ്റേ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാന്ന് തോന്നുന്നു ലാസ്റ്റ് ലോങ് വീഡിയോ ആയിട്ട് ചെയ്തത്. അതിന് ശേഷം നേരെ വീഡിയോ ആയിട്ട് വരാനേ കഴിഞ്ഞില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് എക്സാം കഴിഞ്ഞു. ഇന്നലെ ലാസ്റ്റ് എക്സാം ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇനി നല്ല വാങ്ങിൽ വീഡിയോ എല്ലാം ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചലഞ്ചും ആയിട്ടാണ് കേട്ടോ. ചലഞ്ച് എന്ന് പറഞ്ഞെങ്കിൽ ഇത് പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ ഒരു ചലഞ്ച് ആരും ചെയ്തിട്ട് കണ്ടിട്ട് ഞാൻ ചെയ്തിനോ എന്നൊക്കെ അറിയില്ല. പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. നമ്മളിങ്ങനെ വെറുതെ കളിച്ച് നോക്കിയപ്പോൾ നമ്മളിങ്ങനെ യൂട്യൂബിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി വിചാരിച്ചത്. അപ്പോൾ എന്തെന്ന് വെച്ചെങ്കിൽ നെയിം റിവേഴ്സൽ ചലഞ്ച്. അപ്പോൾ അതായത് ഇപ്പൊ നമ്മൊരു പേര് എഴുതുമ്പോൾ എങ്ങനെയാ വെച്ചെങ്കിൽ ഫസ്റ്റ് ലാസ്റ്റിലേക്ക് എഴുതലല്ലേ. അപ്പൊ ഇത് എങ്ങനെയാ വെച്ചെങ്കിൽ ലാസ്റ്റ് ഫസ്റ്റിലേക്ക്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കാറ്റ് എന്നുള്ള വേർഡിന്റെ സ്പെല്ലിംഗ് CAT അല്ലേ. അപ്പൊ നമ്മൾ TAC അങ്ങനെ എഴുതിയിട്ട് തിരിച്ചിട്ടിട്ട് എഴുതും. അപ്പൊ മറ്റേ ആളത് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ രണ്ടാളുണ്ടല്ലോ, അപ്പൊ മറ്റേ ആളത് കണ്ടുപിടിക്കണം. അപ്പൊ ഒരാൾക്ക് 15 പേരുണ്ട്. അപ്പൊ 15 റൗണ്ട് ആയിട്ട് വെക്കണം എന്നാ വിചാരിക്കുന്നത്. അത് നല്ലോണം ലെങ്തി ആയി പോകുന്നറിയില്ല, നമുക്ക് നോക്കാം എടുത്തിട്ട് വരുമ്പോ എങ്ങനെയാണ്. പിന്നെ ആദ്യത്തെ 10 പേരില് ഒരാൾക്ക് 40 സെക്കൻഡ് ആണ് സമയം. ബാക്കി 5 ക്വസ്റ്റ്യൻ പിന്നത്തെ 11 മുതൽ 15 വരെ ഉള്ളത് 20 സെക്കൻഡ്. പക്ഷെ ഇപ്പൊ ടൈമർ വെക്കാൻ നമ്മളൊന്നും ഇല്ലല്ലോ ഇപ്പൊ. ടൈമർ വെക്കാനൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ 8 സെക്കൻഡ് നോക്കാം. അപ്പൊ ജയിക്കുന്നവർക്ക് ഒരു സമ്മാനം, മാർക്ക് കുറവില്ലവർക്ക് പണിഷ്മെന്റ് ഉണ്ട്. അപ്പൊ പണിഷ്മെന്റ് എങ്ങനെയാ വെച്ചെങ്കിൽ നമ്മ ഇങ്ങനെ കുലുക്കിയിട്ട് ഷഫിൾ ചെയ്തിട്ട് കുറെ പണിഷ്മെന്റ് എഴുതിയിട്ട് ഇട്ടിട്ട് നമ്മ പിന്നെ അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് അപ്പൊ ഈ ജയിക്കുന്ന ആൾക്ക് എടുക്കാന്ന് ഏതെന്ന് വെച്ചെങ്കിൽ. അപ്പൊ ആ എടുത്ത സാധനമായിരിക്കും നമ്മ പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനില്ലെന്ന് വെച്ചെങ്കിൽ ഇപ്പൊ നമ്മ പേര് എഴുതുമ്പോ നിങ്ങൾ ആരെങ്കിലും പേര് അതിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയോ അല്ല പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ എല്ലാം ഇപ്പോൾ ആരെങ്കിലും പേരിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ യാദൃശ്ചികമായിട്ട് വരുന്നത് ആണ്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇനി നമുക്ക് സമയം കളയണ്ട, വേഗം വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഫസ്റ്റ് റൗണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഗെയിം എങ്ങനെയെന്ന്. പിന്നെ അതായത് നമ്മൾ ഒരു പേര് എഴുതിയിട്ട് അതിൻ്റെ ലാസ്റ്റിന്ന് ഫസ്റ്റിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും. ലാസ്റ്റത്തെ അക്ഷരം തൊട്ട് ഫസ്റ്റത്തെ അക്ഷരം വരെ. അപ്പം അതിന് എങ്ങനെയാണോ ആ പേര് ഉള്ളത് ആ രീതിയിലേക്ക് ആക്കിയിട്ട് മറ്റേ ആൾ പറഞ്ഞു തരണം. അപ്പോൾ ഇത് ശരിക്കും എന്ന് പറഞ്ഞെങ്കിൽ ഇത് എഴുതാതെയാണ് ചെയ്യല്. പക്ഷെ ഇപ്പം നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നത് ആയതുകൊണ്ട് നമ്മൾ എഴുതിയിട്ട് ചെയ്യുന്നു. ഇങ്ങനത്തെ പേര് ഫസ്റ്റ് എഴുതിയിട്ട് ഒരു എത്ര സെക്കൻഡ് കൊടുക്കുന്നത്? 15 സെക്കൻഡ്. അപ്പൊ ഒരു പേരിന് 15 സെക്കൻഡ്. അപ്പൊ എങ്ങനെ അത് മനസ്സിലാവുന്നത്? എണ്ണാൻ പറ്റുമോടാ? ഓക്കെ. അപ്പൊ ഒരു പേരിന് 15 സെക്കൻഡ്. 15 സെക്കൻഡിനുള്ളിൽ പറയണം. അപ്പൊ ഓക്കെ അല്ലേ? 15 റൗണ്ട് ഉണ്ട്. അപ്പൊ ആദ്യത്തെ പേര് ഞാൻ വായിക്കാം, നീ എഴുതിക്കോ. വേറെ നമ്മൾ മൈൻഡ് വർക്കാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ എല്ലാം ചെയ്യുക. പക്ഷെ ഇതിപ്പോൾ എഴുതിയിട്ട് നമ്മൾ ചെയ്യുന്നു ഫസ്റ്റ് ആയതുകൊണ്ട്. അപ്പം ഞാൻ പറയുന്നത് HHTREEK. ഓക്കെ, ടൈം സ്റ്റാർട്ട്സ് നൗ. 1 2 3 4 5 6. ഓക്കെ, അപ്പൊ 6 സെക്കൻഡിനുള്ളിൽ പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ റൗണ്ടില് ഇവൻ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ മാർക്ക് എഴുതിക്കും. അടുത്തത് ചേച്ചിക്കാണ്.
അല്ല ഞാൻ ഇതാണല്ലേ എഴുതിക്കോ ഉം. എഴുതിക്കോ ഉം. എസ് അല്ല ഐ ഐ എൻ എൻ ഐ ഐ എൽ എല്ല എൽ ഐ എൻ ഐ എൽ എ എ എച്ച് എച്ച് എസ് എന്ത് പേരിടാ The time start now. 1, 2, 3, 4, 5, 6. ശാലിനി Yes. ശാലിനി Okay. ഓക്കെ അപ്പൊ നമ്മൾ രണ്ടാളും ഫസ്റ്റ് റൗണ്ട് നല്ല വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഓക്കെ അപ്പൊ നമ്മളെ സെക്കൻഡ് റൗണ്ടിലേക്ക് ഇനി പോവാം നമുക്ക്. അപ്പൊ ഫസ്റ്റ് ഞാൻ വായിക്കാം അല്ലേ? ഞാൻ വായിക്കാം. നീ എഴുതിക്കോ. ഐ എച്ച് ടി 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 അല്ലേ? ഐ എച്ച് ടി എ പി അല്ല സോറി ഐ എച്ച് ടി എ വി ഐ എച്ച് ടി എ വി ആർ എ പി. ആർ എ പി. ഓക്കെ 1 2 പാർവതി. ഇത് ഞാൻ പറഞ്ഞ എഴുതിയാ എനിക്ക് വേ കിട്ടും പറഞ്ഞിട്ടാ ഞാൻ പറഞ്ഞ ഇതുണ്ടാവും. അല്ല. ഓക്കെ അപ്പൊ രണ്ടാമത്തെ റൗണ്ടിലും വലിയ വലിയ പേരെല്ലാം. അപ്പൊ ഇനി എന്റെ ചാൻസ് ആണ് കേട്ടോ. അപ്പൊ നീ വായിച്ചു. എഴുതിക്കോ. എ എച്ച് എച്ച് എസ് എസ് എ എച്ച് എച്ച് ബി ബി യു യു ബി. അല്ലേ? Your time is started. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഉറപ്പിക്കണം. അറിയുന്നില്ല. ഭൂഭാഷ അത് ശരിയാണ്, പക്ഷെ ഉറപ്പിക്കണം. ഉറപ്പിച്ചു. ടൈം പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞിട്ടേ അപ്പന്നെ അതന്നെ പറഞ്ഞ ഭൂഭാഷ അതന്നെയല്ലേ? എന്ത് പേര്? അപ്പൊ ഗൈസ് നിങ്ങൾ പേര് അമ്മ പറഞ്ഞത് ഇതെന്ത് പേര്? ഗൈസ് നിങ്ങൾ കമന്റ് ചെയ്യും. മാർക്ക് കൊടുക്കണോ വേണ്ടയോ? തരണ്ടേ ഞങ്ങക്ക്? ഇവന് ഇങ്ങനത്തെ കേൾക്കാത്ത പേരെല്ലാം കൊണ്ടുവന്ന് ഇടുന്നതിനാ പറയുന്നത്. അമ്മ യോ എന്ത് പേരത്? അത് മാർക്ക് കൊടുക്കുന്നില്ല. അതെണ്ണം അമ്മ എന്തെല്ലോ പറയുന്നുണ്ടോ അതിൻ്റെ ഉള്ളിൽ? മാർക്ക് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നേ ഇങ്ങനത്തെ പേരല്ലോ. അപ്പൊ മാർക്ക് ആരെങ്കിലും പേരുണ്ടോന്നോ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ട് പറഞ്ഞത്. അമ്മ മാർക്കില്ല ഞങ്ങക്ക്. സെക്കൻഡ് റൗണ്ട് ചേച്ചി ഫെയിൽ ആയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ തേർഡ് റൗണ്ടിലേക്ക് നമുക്ക് പോവാം. തേർഡ് റൗണ്ടിലേക്ക്. അപ്പൊ ഞാൻ വായിക്കുന്നേ. ഒരു മിനിറ്റ് വെയിറ്റ്. ഓക്കെ എ വൈ എച്ച് ടി ഐ എൻ ടിയാ. എ വൈ എച്ച് ടി ഐ എൻ. ഓക്കെ എരിയാ? 1 2 3 4 5 6 7 8. എഴുതുന്ന അത്ര നല്ല ശീലമൊന്നും അല്ല. ഞാനെന്നെ ഇങ്ങനെ തിരിയുന്നില്ല. ഏത് പാസ്സാക്കിയിരിക്കുകയാണ്. അടുത്ത പേര് നീ അല്ലേ വായിക്കേണ്ടത്? ഇതായിരിക്കോ. പേപ്പറിൽ ഐ
അമ്മ പറഞ്ഞ പേരെന്നെയാ? അല്ല. N A Y A R A N. 1 2 നാരായണി. അപ്പൊ ഞാൻ തേർഡ് റൗണ്ട് തേർഡ് റൗണ്ടല്ലേ തീർന്നത് ഇപ്പൊ? ഫോർത്ത്.